മിസ്റ്റർ ബീനെ എല്ലാവരും കാണുന്നത് ഒരു സിമ്പിൾ കോമഡി കാർട്ടൂൺ ക്യാരക്ടറായിട്ടാണ്. അവന്റെ ഫണ്ണി എക്സ്പ്രഷൻസ്, സ്ട്രേഞ്ച് ഐഡിയാസ്, പിന്നെ എപ്പോഴും ട്രബിളിൽ പെട്ടുപോകുന്ന സ്വഭാവം കൊണ്ടാണ് ലോകം മുഴുവൻ അവനെ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഒരു ഡാർക്ക് തിയറി ആംഗിളിൽ നോക്കിയാൽ മിസ്റ്റർ ബീനിന്റെ ലോകം അത്ര ഫണ്ണിയല്ല. അത് വളരെ ലോൺലി ആയ ഒരു മനുഷ്യന്റെ ജീവിതമായിരിക്കും. ഈ തിയറി പ്രകാരം മിസ്റ്റർ ബീൻ ഒരു നോർമൽ അഡൾട്ട് അല്ല. അവൻ ഒരു വലിയ സിറ്റിയിൽ ജീവിക്കുന്ന ചുറ്റും ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. പക്ഷേ അവന്റെ ജീവിതത്തിൽ ജെനുവിൻ ഫ്രണ്ട്സ് ആരുമില്ല. അവൻ എപ്പോഴും തനിച്ചാണ്. ഫാമിലിനെ കുറിച്ച് നമ്മൾ ഓൾമോസ്റ്റ് ഒന്നും അറിയുന്നില്ല. പാരൻസ് ഇല്ല, ബ്രദേഴ്സ് ഇല്ല, സിസ്റ്റേഴ്സ് ഇല്ല, പിന്നെ ക്ലോസ് ഫ്രണ്ട്സും ഇല്ല. അവന്റെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത കമ്പാനിയൻ ടെഡി മാത്രമാണ്, ഒരു നോർമൽ ടെഡി ബിയർ. പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബീനിന്റെ ടെഡി ഒരു ടോയ് പോലെയല്ല ട്രീറ്റ് ചെയ്യുന്നത്. അവൻ ടെഡിയോട് സംസാരിക്കുന്നു, ടെഡീനെ കൂടെ കൊണ്ടുപോകുന്നു, ടെഡിക്ക് സെപ്പറേറ്റ് ബെഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. സെപ്പറേറ്റ് ഫീലിങ്സ് ഉണ്ട് എന്ന പോലെയാണ് ബീൻ ബിഹേവ് ചെയ്യുന്നത്. ഈ കാർട്ടൂണിലെ പല എപ്പിസോഡുകളിലും ബീൻ ഒറ്റപ്പെടുന്നതായി നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. ആ വ്യക്തതയിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു മല്ലു മിസ്റ്ററീസ്. ഡാർക്ക് തിയറി പ്രകാരം ടെഡി റിയൽ ഫ്രണ്ട് അല്ല. അത് ബീനിന്റെ ലോൺലിനെസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അവന്റെ മനസ്സ് ക്രിയേറ്റ് ചെയ്ത ഇമോഷണൽ സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ടെഡി അവന്റെ ജീവിതത്തിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയത്. മറ്റൊരു സ്ട്രേഞ്ച് കാര്യം, ബീൻ എപ്പോഴും റിയാലിറ്റീനെ വേറെ രീതിയിലാണ് കാണുന്നത്. മറ്റുള്ളവർ സിമ്പിളായി ചെയ്യുന്ന കാര്യങ്ങൾ ബീനിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഡ്വഞ്ചേഴ്സ് ആയി മാറുന്നു. ഒരു ഹെയർ കട്ട്, ഒരു ഷോപ്പിംഗ് ട്രിപ്പ്, ഒരു എക്സാം, ഒരു റെസ്റ്റോറൻറ്റ് വിസിറ്റ്, എല്ലാം കെയോസ് ആവുന്നു. എന്തുകൊണ്ടെന്നാൽ തിയറി പറയുന്നത് നമ്മൾ കാണുന്ന ഇൻസിഡൻസ് റിയാലിറ്റി അല്ല, അത് ബീനിന്റെ പേഴ്സ്പെക്റ്റീവാണ്. അതായത് റിയാലിറ്റിയിൽ നടക്കുന്ന നോർമൽ സംഭവങ്ങൾ അവന്റെ മനസ്സ് കാർട്ടൂൺ ലൈക്ക് അഡ്വഞ്ചേഴ്സ് ആക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് എല്ലാം എക്സാഗ്രേറ്റഡ് ആയി തോന്നുന്നത്. പക്ഷെ ഇവിടെ ഏറ്റവും ഡിസ്റ്റർബിംഗ് പാർട്ട് വരുന്നു. മിസ്റ്റർ ബീൻ ഒരിക്കലും സൊസൈറ്റിയിൽ ഫുള്ളി ഫിറ്റ് ആവുന്നില്ല, സോഷ്യൽ റൂട്ട്സ് മനസ്സിലാക്കുന്നില്ല, മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സിമ്പിൾ കോൺവെർസേഷൻസ് പോലും അവൻ ഓക്വേർഡായി മാറുന്നു. ലൈക്ക് അവൻ മറ്റുള്ളവരുടെ വേൾഡിൽ ബിലോങ് ചെയ്യുന്നില്ല എന്ന പോലെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അവൻ വീണ്ടും വീണ്ടും ടെഡിയുടെ അടുത്തേക്ക് തിരിച്ചു പോകുന്നത്. കാരണം ടെഡി അവനെ ജഡ്ജ് ചെയ്യില്ല, റിജക്റ്റും ചെയ്യില്ല, വിട്ടുപോകില്ല. മറ്റൊരു ക്രീപ്പി ഡീറ്റെയിൽ എന്താണെന്നാൽ പല എപ്പിസോഡിലും ബീൻ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് വളരെ സിമ്പിൾ ഒബ്ജക്റ്റീവ്സ് ആണ്. ടോയ്സ്, ഗെയിംസ്, സ്മോൾ കളക്ഷൻസ്, ചൈൽഡ് ലൈക്ക് ആക്ടിവിറ്റീസ്. അതായത് ഫിസിക്കലായി അവൻ ഒരു അഡൾട്ടാണ്, പക്ഷെ മെന്റലി അവൻ ഒരു ചൈൽഡ് ലൈക്ക് സ്റ്റേറ്റിലാണ് ട്രാപ്ഡ് ആയിരിക്കുന്നത്. ഒരുപക്ഷെ അവന്റെ ലൈഫിൽ നടന്ന എന്തോ ഒരു സംഭവം അവനെ ഇമോഷണലി വളരാൻ അനുവദിച്ചില്ല. അതുകൊണ്ടാണ് അവൻ ഇപ്പോഴും കുട്ടിയെ പോലെ വേൾഡിനെ കാണുന്നത്. പക്ഷെ ഡാർക്ക് തിയറി ഇവിടെ നിർത്തുന്നില്ല. ചില ഫാൻസ് പറയുന്നത് മിസ്റ്റർ ബീൻ ആക്ച്വലി ഒരു നോർമൽ ഹ്യൂമൻ അല്ല എന്നാണ്. സീരീസിൽ പല എപ്പിസോഡിലും ബീൻ വളരെ സ്ട്രേഞ്ച് ആയി ബിഹേവ് ചെയ്യുന്നത് കാണാം. ലൈക്ക് അവൻ ഈ ലോകത്തിന്റെ റൂൾസ് മനസ്സിലാക്കുന്നില്ല, അവൻ ഇവിടെ ബിലോങ്ങും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ചില ഫാൻസ് ഒരു വൈൽഡ് തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. തിയറി എന്താണെന്നാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇത് എനിക്കും കൂടെ ഒരു കൺക്ലൂഷനായി പറയാനുള്ളൊരു തിയറിയാണ്. മിസ്റ്റർ ബീൻ ഒരു ഏലിയൻ ആയിരിക്കും, എർത്തിൽ അകപ്പെട്ട ഒരു ബീങ്. ഹ്യൂമൻ സൊസൈറ്റീനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി അവൻ വന്നതായിരിക്കും. പക്ഷെ മനുഷ്യരുടെ ബിഹേവിയർ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാതെ കൺഫ്യൂഷനിൽ ജീവിക്കുന്നു. അതുകൊണ്ടാണ് അവന്റെ ആക്ഷൻസ് എപ്പോഴും സ്ട്രേഞ്ച് ആയി കാണപ്പെടുന്നത്. പക്ഷെ ഏലിയൻ തിയറി ആണെങ്കിലും ലോൺലിനെസ് തിയറി ആണെങ്കിലും ഒരു കാര്യം കോമൺ ആണ്. മിസ്റ്റർ ബീൻ എപ്പോഴും തനിച്ചാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തനിച്ചാണ്, എപ്പിസോഡ് എൻഡ് ചെയ്യുമ്പോഴും തനിച്ചാണ്. കോമഡി കഴിഞ്ഞ എല്ലാവരും പോയി കഴിഞ്ഞാലും ബാക്കി നിൽക്കുന്നത് ബീനും ടെഡിയും മാത്രം. അതാണ് ഈ തിയറിയിലെ ഏറ്റവും സാഡ് ആയ പാർട്ട്. നമ്മൾ ചിരിച്ചു കാണുന്ന ഓരോ എപ്പിസോഡും ഒരു ലോൺലി മനുഷ്യൻ തൻ്റെ സങ്കടങ്ങൾ മറയ്ക്കാൻ ഉണ്ടാക്കിയ അഡ്വഞ്ചേഴ്സ് ആയിരിക്കും. നമ്മൾ കോമഡി എന്ന് കരുതുന്ന മൂമെന്റ്സ് അവൻ്റെ ഇമാജിനേഷനിൽ നടക്കുന്ന എസ്കേപ്പ് ഫ്രം റിയാലിറ്റി ആയിരിക്കും. ഫൈനൽ ഡാർക്ക് തിയറി എന്താണെന്നാൽ മിസ്റ്റർ ബീൻ ഒരു കോമഡി ക്യാരക്ടർ അല്ല, തൻ്റെ ലോൺലിനെസ്സിനെ മറക്കാൻ വേണ്ടി ഒരു ചൈൽഡിഷ് ഫാൻറ്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്ത ഒരു മനുഷ്യനായിരിക്കും. നമ്മൾ ചിരിച്ചും കാണുന്ന ഓരോ അഡ്വഞ്ചറും അവൻ്റെ മനസ്സ് റിയാലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മായാലോകമായിരിക്കും. ബീൻ എന്ന കാർട്ടൂണിലെ പല എപ്പിസോഡുകൾ നമ്മൾ കണ്ടപ്പോഴും ചിന്തിക്കാൻ കൂടെ പറ്റാത്തൊരു തിയറിയാണ് ഈ തിയറി. അപ്പോൾ ഈ തിയറി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ബീമിന്റെ ലോൺലിനെസ് ആയിട്ട് ഒന്നുകൂടെ കാർട്ടൂൺ ഒന്ന് വാച്ച് ചെയ്ത് നോക്കൂ. അതിന്റെ ഡാർക്ക് വൈബ് നിങ്ങൾക്ക് അവിടെയും കിട്ടുമായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് മീ മല്ലു മിസ്റ്ററി സൈനിങ് ഔട്ട്.